ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും റാജീസ് വോയിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് ബത്തേരിയിലാണ്. ബത്തേരിയിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു 2 ബെഡ്റൂം വിത്ത് പ്രൈവറ്റ് പൂൾ പ്രോപ്പർട്ടിയിലാണ് നമ്മളുള്ളത്. 2 ബെഡ്റൂമും AC ആണ്. അതേപോലെ തന്നെ 2 കപ്പിളായിട്ടൊക്കെ നിങ്ങൾ വരികയാണെങ്കിലോ അല്ലെങ്കിൽ മാക്സിമം അപ് ടു ഒരു 8 മെമ്പേഴ്സൊക്കെ ഉള്ളൊരു ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിലൊക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണിത്. അത്യാവശ്യം നല്ല പ്രൈവസിയും നല്ലൊരു ഗ്രീനിഷ് ഫോറസ്റ്റ് ആംബിയൻസ് ഉള്ളൊരു പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പോൾ പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾ കാണാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. നിങ്ങൾക്ക് അറിയാലോ, AC റൂംസും പ്രൈവറ്റ് വില്ലാസും ആകുമ്പോൾ നോർമലി വരുന്ന റേറ്റ് ഉണ്ടല്ലോ, കമ്പാരേറ്റീവ്ലി അതിനേക്കാളൊക്കെ കുറഞ്ഞൊരു പ്രോപ്പർട്ടി തന്നെയാണ്. എന്തായാലും പ്രോപ്പർട്ടിയുടെ ബാക്കിയുള്ള വിശേഷങ്ങൾ കണ്ടിട്ട് നമുക്ക് നോക്കാം. ബാ, അപ്പോൾ നമുക്ക് ഈ 2 BH പ്രൈവറ്റ് വില്ലയുടെ ഇൻറ്റീരിയർ ഒന്ന് കണ്ടാലോ. ബാ, നമ്മൾ ആദ്യം ഡോർ റോഡിനകത്തേക്ക് കയറുമ്പോൾ തന്നെ കാണുന്ന ഒരു വ്യൂ ആണിത്. ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്ന ബെഡ്റൂം ആണ്. നല്ല കിങ് സൈസിലുള്ള ഒരു ബെഡും AC റൂംസ് ആണ്. അതേപോലെ തന്നെ ചെറിയൊരു ടേബിളും കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് TV ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. നമുക്കൊരു കബോർഡും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ നമ്മൾ ഇവിടുത്തെ ഒരു എക്സിറ്റ് പോലെ തന്നെ ഈ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് കാണുന്നത് ഒരു ബാൽക്കണിയാണ്. ആ ബാൽക്കണി നമുക്ക് ചെയറിട്ട് മഴക്കുള്ള സമയത്ത് പുറത്തിരിക്കാം, റെസ്റ്റ് ചെയ്യാം. അതാണ് ഇവിടുത്തെ ഒരു നല്ല രസമുണ്ട് കേട്ടോ, അതിന്റെ ഔട്ട്സൈഡും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. ഇപ്പൊ ഞാൻ പുറത്തിറങ്ങിയിട്ട് നമ്മുടെ മുകളിലേക്കുള്ള തൊട്ടടുത്ത റൂമിലേക്ക് പോയി. ഇത് രണ്ടും തമ്മിൽ ഇന്റർ കണക്റ്റഡ് അല്ല. ഓക്കെ, നമുക്ക് സ്റ്റെയർ കയറിയിട്ട് വേണം, സെപ്പറേറ്റ് എൻട്രൻസ് തന്നെയാണ്. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ അടുത്ത ഫസ്റ്റ് ഫ്ലോറിലുള്ള റൂമിലേക്ക് പോകുമ്പോഴും ഏറെക്കുറെ ഇന്റീരിയർ ഒക്കെ സെയിം തന്നെയാണ്. സെയിം ആയിട്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമാണ്. TV ഫെസിലിറ്റീസ്, കബോർഡും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആണ്. വാഷ്റൂം എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിലൊന്നും യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. ഫസ്റ്റ് ഫ്ലോറിന്റെ ബാൽക്കണിയിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കാരണം ഇവിടെ കസേര കിട്ടിയിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഇവിടുത്തെ ഒരു ബാമ്പു ആണ് ഇവിടുത്തെ ഒരു പ്രോപ്പർട്ടിന്റെ മെയിൻ ആയിട്ടൊരു അട്രാക്ഷൻ. ആ ഗ്രീനറി അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഗാർഡനിങ്ങിലൊക്കെ നല്ല മെയിൻ്റെനൻസ് ആണ് ചെയ്യുന്നത്. കാര്യം നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ തന്നെ മനസ്സിലാവാം. പിന്നെ ഇവിടുത്തെ ഒരു പൂളും കാര്യങ്ങളൊക്കെ നല്ല നീറ്റുള്ള പൂളാട്ടോ. ഫിൽട്രേഷനും പ്രോസസ്സൊക്കെ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതും ഈ പറഞ്ഞൊരു സിറ്റിംഗ് ഏരിയ ഒക്കെ കണ്ടില്ല. നമ്മൾ പൂളിലൊക്കെ കളിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനൊക്കെ നമുക്കൊന്ന് കരക്ക് കയറി ഇരിക്കുന്ന സമയത്ത് നമുക്ക് കപ്പിളായിട്ടൊക്കെ ഉള്ള 2 ടീമിനൊക്കെ നല്ല രീതിയിൽ ഇരിക്കാനുള്ള ഒരു ചെറിയൊരു ഊഞ്ഞാലുണ്ട്. അതേപോലെ തന്നെ ആ സിറ്റിംഗ് ഏരിയ ഒക്കെ അതിമനോഹരമായിട്ട് തന്നെയാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് എടുത്തു പറയേണ്ടത് പ്രൈവസി തന്നെയാണ്. ഇതിന് ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട്. ഇതിനകത്തേക്ക് നിങ്ങൾ ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് വേറെ ആരും വരില്ല. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബുക്ക് ചെയ്യാൻ താഴെ നമ്മൾ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.